നിങ്ങളുടെ കോഴി മുട്ട കൊത്തി കുടിക്കാറുണ്ടോ? കോഴിയുടെ തൂവൽ കൊഴിഞ്ഞു പോകുന്നുണ്ടോ? എങ്കിൽ കൂടെ കൂടിക്കോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കോഴി മുട്ട കൊത്തി കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ സപ്ലിമെൻ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പലരും പറയാറുണ്ട് അല്ലേ? പക്ഷേ നമുക്കെപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്ത് മരുന്ന് വാങ്ങി കൊടുക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഒരു 100-150 കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ. ഞാനും ആദ്യകാലത്ത് സപ്ലിമെൻ്റൊക്കെ ഒരുപാട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി വലിയ മാറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല. കോഴിയെക്കുറിച്ച് 2-3 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്ന മെസ്സേജ് മുട്ട കൊത്തി കുടിക്കുന്നതിനെ കുറിച്ചാണ്. കോഴി മുട്ട കൊത്തി കുടിക്കുന്നത് സ്ഥിരമാക്കിയാൽ നമുക്ക് സ്വാഭാവികമായും എന്താ തോന്നുക? അത് തന്നെ, നമുക്ക് പോയിട്ട് മെഡിസിൻ വാങ്ങിക്കൊടുക്കാം. പക്ഷേ ആരെങ്കിലും എന്താണ് യഥാർത്ഥ കാരണമെന്ന് അന്വേഷിക്കാറുണ്ടോ? കോഴികൾക്ക് കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും കുറവ് വരുമ്പോൾ, അതുപോലെ അതിൻ്റെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടാതെ വരുമ്പോൾ അവർ മുട്ട കൊത്തി കുടിക്കുന്നത് കാണാം. പിന്നെ കോഴിയെ വളർത്തുന്നത് ഇടുങ്ങിയ കൂട്ടിലാണെങ്കിൽ, ഒട്ടും വെളിച്ചവും കാറ്റും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിന് സ്ട്രെസ്സ് വരും. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ സ്ട്രെസ് ഉള്ളെന്ന്. ഒരിക്കലും അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സ്ട്രെസ് ഉണ്ട്. പക്ഷേ അവർക്ക് നമ്മുടെ പോലെ അത് പറയാനറിയില്ല. അപ്പം നമ്മൾ വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ, അല്ലേ? അങ്ങനെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അബ്നോർമൽ ബിഹേവിയറായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ് ഈ മുട്ട കൊത്തി കുടിക്കുക എന്ന് പറയുന്നത്. പിന്നെ നടക്കുന്ന ഒരു കാര്യമാണ്, മുട്ട അറിയാതെ കൂട്ടിൽ പൊട്ടിക്കിടന്നാൽ കോഴികൾ അത് ടേസ്റ്റ് ചെയ്യും. ഒരു പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കാല് തട്ടി അറിയാതെ പൊട്ടിപ്പോയതാവാം. കാൽസ്യക്കുറവാണെങ്കിൽ മുട്ടയ്ക്ക് ഉറപ്പ് കുറവായിരിക്കും. 2-3 പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ അത് കോഴിയുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ പ്രശ്നം എന്താവും? ഒരു കോഴി ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരും അത് പഠിക്കും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അതിന് നമുക്കവർക്ക് കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടിൽ നിന്നും അതെടുത്ത് മാറ്റുക. അതുപോലെ കൂട്ടിൽ കാറ്റും വെളിച്ചവും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. പിന്നെ കോഴി മുട്ട കൊത്തി കുടിക്കുന്നത് അത് അവരുടെ അസുഖമല്ല, കുറച്ചൊക്കെ നമ്മളുടെ ശ്രദ്ധക്കുറവും കൂടിയാണ്. നമ്മൾ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനെ മുട്ട കൊത്തി കുടിക്കില്ല. കാക്ക കൂട് കൂട്ടുന്നത് പോലെ ഞാൻ വീട്ടിൽ ഉപയോഗിച്ച കുറച്ച് മുട്ടത്തോടുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ടത്തോട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പൂപ്പലൊക്കെ വരാനും കോഴികൾക്ക് അതുവഴി ഇൻഫെക്ഷൻ വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പം ഞാൻ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നനവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. ഇത് ഞാൻ 2 മാസം മുന്നേ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. എൻ്റെ അടുത്ത് പൊടി സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഞാൻ കവറിൽ കെട്ടി വെച്ചതായിരുന്നു. ഈ ഒരു മുട്ടത്തോടും കൂടി നമ്മൾ നേരത്തെ കണ്ട ഒരു മുട്ടത്തോടിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കോഴിമുട്ട മാത്രമല്ല കേട്ടോ, കണ്ടോ കാടമുട്ടയുണ്ട്, കണ്ടോ അതിൻ്റെ തോട് നിങ്ങൾ കാണുന്നില്ലേ? എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഡെയിലി ചിലപ്പം 1-2 മുട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ തോട് ജസ്റ്റ് കഴുകി അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കും. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കവറിലിട്ട് വയ്ക്കും. ഒരു കവർ നിറച്ച് മുട്ടത്തോട് കിട്ടിയാൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. ഒരു ദിവസം വെയിൽ കൊള്ളിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ആ ഒരു മുട്ട കഴുകി ഉണക്കിയെടുത്തതാണ്. പിന്നെ ജസ്റ്റ് ഒന്നും കൂടി പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നു മാത്രം. ഇനി നിങ്ങളുടെ വീട്ടിൽ മുട്ടത്തോട് കുറവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് സ്കൂളിൽ നിന്നും കളക്ട് ചെയ്യാം മുട്ടത്തോട്. അതുപോലെ തട്ടുകടയിൽ നിന്നും കിട്ടും. പിന്നെ ചെറിയ ചെറിയ ഹോട്ടലുകളിൽ അവിടെ നിന്നും കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉണക്കിയെടുക്കാൻ. ഒരു കാരണവശാലും നിങ്ങൾ കഴുകാതെ അങ്ങനെ മുട്ടത്തോട് വെയിലത്തിട്ട് പൊടിച്ചെടുക്കരുത്. നമുക്കിത് കോഴിക്ക് കൊടുക്കാനുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. പിന്നെ അങ്ങനെ കൊടുക്കാനും പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ കാണുന്ന രീതിയിൽ പൊടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അവർക്ക് ഈ മുട്ട ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് കിട്ടും. കാരണം ആ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ് അവർക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു ദിവസം വെയിൽ കൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടത്തോട് മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നനഞ്ഞ മുട്ടത്തോട് ഒരിക്കലും പൊടിക്കരുത്. നനവുണ്ടെങ്കിൽ സ്മെല്ല് വരും, അതുപോലെ ഫംഗസും വരും. അത് കോഴികൾക്ക് അത്ര നല്ലതല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന മിക്സി ജാർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഴയ ഒരു മിക്സർ ഉണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുക്കാം.
ഞാൻ എന്തായാലും വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ തന്നെയാണ് കേട്ടോ പൊടിക്കുന്നത്. കാരണം മുട്ടത്തോട് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തത് കൊണ്ട് അതിൽ അങ്ങനെ വൃത്തികേടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുപോലെ മുട്ടത്തോട് പൊടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പൊടികൾ പറക്കും. അലർജി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറ് അത് ഡ്രൈ ആയിരിക്കണം. നനഞ്ഞ ജാറിലിട്ടിട്ട് നിങ്ങൾ മുട്ടത്തോട് പൊടിക്കരുത്. പൊടി സൂക്ഷിക്കുന്ന ബോട്ടിലും നനവില്ലാത്തതായിരിക്കണം കേട്ടോ. ഇങ്ങനെ പൊടിച്ച് ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു പൊടി സൂക്ഷിച്ച് എടുത്തു വെക്കാൻ കഴിയും. ഒരു വർഷത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം. ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ഉണക്കി വെച്ചതാണല്ലോ, അതുകൊണ്ട് പൂപ്പലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഈ ഒരു ഐഡിയ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞു തന്നതാണ്. ഇവിടെ കോഴീനെ വാങ്ങാൻ ഒരാൾ വന്നിരുന്നു. പുള്ളിക്കും കോഴികളുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചതായിരുന്നു, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്താണ് ചെയ്യാറ്, എന്ത് സപ്ലിമെൻ്റാണ് കൊടുക്കാറ് എന്നുള്ളത്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, ഞാനൊരു സപ്ലിമെൻറ്റും കൊടുക്കാറില്ല. ഞാനിതുപോലെ മുട്ടത്തോട് പൊടിച്ച് അത് ചോറിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡിൽ കുഴച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആ ഒരു സമയത്ത് എനിക്ക് മുട്ടത്തോട് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് മുട്ടത്തോട് കളക്ട് ചെയ്തു. നിങ്ങൾക്കറിയാലോ, സ്കൂളിൽ ആഴ്ചയിൽ 2 ദിവസം കോഴിമുട്ട കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് ഒരു കവറും കൊണ്ടുവച്ചാൽ അവർ ആ കവറിലാക്കി വെക്കും. അങ്ങനെ എനിക്ക് മുട്ടത്തോട് കിട്ടി, ഞാൻ ഉണക്കി കൊടുത്തു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഞാൻ മുട്ടത്തോട് മാത്രമേ കൊടുക്കാറുള്ളൂ. അതും ഡെയിലി കൊടുക്കാറില്ല. 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ മുട്ടത്തോടിൻ്റെ പൊടി കൊടുക്കാറുള്ളൂ. കാരണം അധികമായാൽ അമൃതം വിഷാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തും ഒരുപാട് ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. ഏറി വന്നാൽ 3 ദിവസം കൂടുമ്പം 1-2 സ്പൂണിൻ്റെ അടുത്ത് ഫുഡിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറ്. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തീറ്റയും അതുപോലെ തേങ്ങാപ്പിണ്ണാക്ക് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മുട്ടത്തോടിൻ്റെ ആ ഒരു പൊടി അതൊരു 2-2.5 സ്പൂണോളം അതോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കോഴികൾക്ക് കൊടുക്കുന്നത്. ചില ദിവസങ്ങളിൽ ഇലകളോ അല്ലെങ്കിൽ മീനിൻ്റെ തല വേവിച്ചത് അങ്ങനെ എന്താണോ കിട്ടുന്നത്, വാഴത്തട്ട, നമുക്ക് എന്താണോ കിട്ടുന്നത് അതൊക്കെ ആ ഒരു ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ നന്നായിട്ട് പൊടി പറക്കുന്നത്. ഇത് അവർക്ക് ഒന്നായിട്ട് കൂട്ടി കുഴച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു മനസ്സിലാവില്ല കേട്ടോ അത് മുട്ടത്തോടാണ് എന്നുള്ളത്. നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മുട്ടത്തോടാണ് ഏറ്റവും നല്ലത്. പീടികയിൽ നിന്ന് നമുക്കിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു വെള്ളമുട്ടയാണല്ലോ കിട്ടുക. അതിലും കുറച്ചും കൂടി ഒരു കാൽസ്യത്തിൻ്റെ അളവ് കൂടുതൽ ഈ ഒരു മുട്ടത്തോടിന് തന്നെയാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ മുട്ടത്തോടൊക്കെ പൊടിച്ചു എന്നിട്ട് ഡെയിലി 3 നേരം അല്ലെങ്കിൽ 4 നേരം വെച്ച് ഇതുപോലെ കുഴച്ചിട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കൊടുക്കുന്നത്. രാവിലെ കൂട് തുറക്കുമ്പം തന്നെ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്. അതും 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ മുട്ടത്തോടിൻ്റെ പൊടി കൊടുക്കാറുള്ളൂ കേട്ടോ. ചിലപ്പോഴൊക്കെ 4 ദിവസം കൂടുമ്പോഴാണ് കൊടുക്കാറ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അധികമായാൽ അമൃതം വിഷാണ്. അതുകൊണ്ട് നിങ്ങൾ അധികം കൊടുക്കാതിരിക്കുക. കാൽസ്യം കുറഞ്ഞാലും പ്രശ്നമാണ്, കാൽസ്യം കൂടിയാലും പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. അപ്പോൾ നമ്മളതൊരു ബാലൻസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കോഴിയുടെ ഒരുപാട് തൂവലുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ തൂവലുകളും കൊഴിഞ്ഞു പോയത് കാൽസ്യത്തിൻ്റെ കുറവല്ല, അതെല്ലാം ഇവർ കൊത്തുകൂടുന്നതാണ്. നമുക്ക് ഒരുപാട് കോഴികളുണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം അതാണ്, അവർ നന്നായിട്ട് കൊത്തുകൂടും കേട്ടോ. മുട്ടത്തോട് കോഴികൾക്ക് മാത്രമല്ല ചെടികൾക്കും സൂപ്പറാണ്. ഈ ഒരു മുട്ടത്തോട് നിങ്ങൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. ഒരിക്കലും മുട്ടത്തോട് അതുപോലെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ട ഒരവസ്ഥയാണിത്. നിങ്ങൾ നോക്കൂ, എത്ര വൃത്തികേടായിട്ട് കിടക്കുന്നു അല്ലേ. അവരുടെ വീടിൻ്റെ മുൻവശത്ത് എല്ലാ കവറിലും, അതായത് ചട്ടികളിലും, മൊത്തത്തിൽ എല്ലാത്തിൻ്റെ മേരട്ടും മുട്ടത്തോട് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ട് അവർ കൊണ്ടിട്ട് കൊടുത്തതാണിത്. കണ്ടില്ലേ, മുട്ടത്തോട് കഴുകുകയോ അല്ലെങ്കിൽ ഒന്ന് പൊടിക്കുകയോ മണ്ണിൽ മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ മണ്ണൊന്നിങ്ങനെ മാറ്റിയിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അറപ്പാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ പൊടിച്ച് കാണിച്ച് തന്നൊരു പൊടി നിങ്ങൾ കണ്ടില്ലേ, അത് നമ്മൾ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. ഇങ്ങനെ ഒരു വൃത്തികേട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിപ്പം എന്താ പറയുക, കാക്കയൊക്കെ വന്ന് കൊത്തും. അതുമാത്രമല്ല ഈ ചെടികളൊക്കെ ഉറുമ്പ് തിന്നു പോട്ടോ, നമ്മൾ കാണില്ല. ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഉറുമ്പ് വരും. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ചെടി വളർത്തുന്നവരും ഇതുപോലെ തന്നെ ചെയ്യുക. മുട്ടത്തോട് കളക്ട് ചെയ്യുക, ഉണക്കുക, പൊടിക്കുക, ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ആ ഒരു വളത്തിൻ്റെ കൂടെ ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക.
നന്നായിട്ട് പൂക്കളുണ്ടാവും, ചെടികളൊക്കെ നന്നായിട്ട് വളരും. അത് അല്ലാതെ ഇതുപോലെ നിങ്ങൾ ഒരിക്കലും മുട്ടത്തോട് ഇട്ട് കൊടുക്കരുത്. നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ കോഴി മുട്ട കൊത്തി കുടിക്കുന്നു അല്ലെങ്കിൽ തൂവൽ കൊഴിയുന്നു എന്ന് ആരും പരാതി പറയരുത്. അതുമാത്രമല്ല, കോഴി മുട്ട ഇടുന്നില്ല എന്നുള്ള പരാതിയും ആരും പറയരുത്. മുട്ടയിടാത്ത കോഴികൾക്കും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മുട്ടത്തോട് പൊടിച്ച് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അവർ മുട്ടയിടും കേട്ടോ. മുട്ടയുൽപാദനം നന്നായിട്ട് കൂടും. കാൽസ്യത്തിൻ്റെ കുറവ് വരുന്ന സമയത്താണ് അവർക്ക് മുട്ടയുൽപാദനം കുറയുന്നതും മുട്ടയുടെ ആ ഒരു തോലുണ്ടല്ലോ അതിന് കട്ടി കുറയുന്നതും അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.